ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് ശേഷം വേറൊരു കൊള്ളയെക്കുറിച്ച് നമ്മളിപ്പോൾ കേൾക്കുകയാണ്. സ്വർണ്ണക്കൊള്ള. അത് കോഴിക്കോട് ഒരു പാവപ്പെട്ട സ്ത്രീ, അവർക്ക് 8.5 പവൻ്റെ സ്വർണ്ണം ഉണ്ടായിരുന്നു. അവർ മരണപ്പെട്ടു. മരണപ്പെട്ടപ്പോൾ അവരുടെ ഭർത്താവുമായിട്ട് അവർ ചേർച്ചയിലല്ല. അയാൾ വേറെ പോയ ഒരുത്തനാണ്, വേർപെട്ട് കഴിയാണ്. 2 മക്കളുണ്ട്, മൈനർ കുഞ്ഞുങ്ങളാണ്. അവരുടെ ഉമ്മായും ജീവിച്ചിരിപ്പുണ്ട്. ആ സ്ത്രീ മരണപ്പെടുമ്പോൾ അവരുടെ ഈ 8.5 പവൻ്റെ സ്വർണം അവസാനം കോടതി ഉത്തരവ് പ്രകാരം RDO, സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതിയിൽ അത് സേഫ് കസ്റ്റഡി വെക്കാനായിട്ട് എടുത്തു. എന്നിട്ട് ഈ കുഞ്ഞുങ്ങൾ പ്രായപൂർത്തിയാവുമ്പോൾ, അതായത് അവർക്ക് 18 വയസ്സ് കഴിയുമ്പോൾ അവർക്ക് കൊടുക്കണം. ഇപ്പോൾ 2022 ആയപ്പോഴത്തേക്ക് അവർ പ്രായപൂർത്തിയായി കുഞ്ഞുങ്ങൾ. അപ്പോൾ 2022 ഈ സ്വർണം അപ്പോൾ വാങ്ങാനായിട്ട് ചെന്നു. അപ്പോൾ അത് കാണാനില്ലെന്ന് ആദ്യം പറഞ്ഞ് അവർ ഒരുപാട് നടത്തിച്ചു. ഒരു വളരെ പ്രായമുള്ളൊരു സ്ത്രീയാണ്. അവർക്കൊരു 80 വയസ്സിന് വേണ്ടി പ്രായമുണ്ട്. 80-85 വയസ്സിന് മേളിലെങ്കിലും കാണും. അവരെ ഒരുപാട് നടത്തിച്ചു. പല പ്രാവശ്യം അവർ ചെല്ലും. അത് സ്വർണം അത് കാണാനില്ല, എവിടെ മറഞ്ഞിരിക്കുക എന്നുള്ള രീതിയിൽ കാണാനില്ല. അങ്ങനെ കാണാനില്ല എന്നും പറഞ്ഞുകൊണ്ട് നടത്തിച്ചു. അപ്പോൾ അവസാനം നിർബന്ധമായിട്ട് ഇത് അവർക്ക് കണ്ടെടുത്ത് ഓർഡർ സബ് ഡിവിഷൻ മജിസ്ട്രേറ്റിൻ്റെ ഓർഡർ വന്ന് കൊടുക്കണമെന്ന് ആയി. സ്വർണ്ണം എടുത്ത് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ വന്നപ്പോൾ അവർക്ക് സ്വർണ്ണം എടുത്ത് കാണിച്ചു. നോക്കിയപ്പോൾ എന്താണെന്നറിയോ, ആ സ്വർണത്തിനെല്ലാം അതിന് പകരം മുക്കുപണ്ടമായിരിക്കുന്നത്. ഒറിജിനൽ സ്വർണം അവിടെ എടുത്തതാണ്, അപ്രൈസറൊക്കെ നോക്കി എടുത്തേക്കുന്നതാണ്, സ്വർണ്ണമായിരുന്നു. ഇപ്പോൾ അതങ്ങ് മുക്കുപണ്ടമായിട്ട് മാറി. 8.5 പവനെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഒരു 9 ലക്ഷം രൂപ വില വരും, ഏറ്റവും കുറഞ്ഞത്. അതിൽ കൂടുതൽ വരുമെങ്കിലേ ഉള്ളൂ. അതിൽ മുകളിലോട്ട് സ്വർണ്ണമായിട്ട് അത് വാങ്ങണമെങ്കിൽ, കടയിൽ നിന്ന് വാങ്ങണമെങ്കിൽ ഒരു 10 ലക്ഷം രൂപ കൊടുക്കണം. 8.5 പവന് വാങ്ങണമെങ്കിൽ 10 ലക്ഷം രൂപയ്ക്ക് താഴെ ഒരിക്കലും കിട്ടത്തില്ല. അപ്പോൾ ഈ പാവപ്പെട്ട സ്ത്രീ, ഇവർക്ക് ഈ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ വലിയ വിദ്യാഭ്യാസമൊന്നും കിട്ടിയില്ല. കാരണം ആരും നോക്കാനും കാണാനും ഒന്നുമില്ലല്ലോ. അവന്മാർ ഏതാണ്ട് 10ാം ക്ലാസ് വരെ എങ്ങാണ്ടൊക്കെ പഠിച്ചിട്ടതിന് ശേഷം വേറെ ചെറിയ ജോലിയായിട്ട് കഴിയുകയാണ്. സ്വന്തമായിട്ട് വീടില്ല. അപ്പോൾ അതെങ്ങാണ് ഒരു വീടെങ്കിലും തട്ടിക്കൂട്ടാനായിട്ടാണ് ഈ സ്വർണം വാങ്ങിച്ചാൽ അതെടുത്ത് വിറ്റാൽ, അത് ആൺപിള്ളേരാണ് രണ്ടും. അപ്പോൾ അത് വിറ്റ് കഴിഞ്ഞാൽ അവർക്കൊരു വീടുണ്ടാക്കാം. അതിനു വേണ്ടിയാണ് ഈ സ്ത്രീ ഇങ്ങനെ നടക്കുന്നത്. അന്നേരം എന്താ സംഭവം, മുക്കുവണ്ണമായി. ഇത് എനിക്ക് ഒരു അനുഭവമുണ്ട്. അതിപ്പോൾ എങ്ങനെ അവസാന സ്റ്റേജ് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് അതായത് ഈ ജില്ലാ ജഡ്ജിയാണ് മറ്റ് കോടതികളുടെ, ആ ജില്ലയിലുള്ള മറ്റ് കോടതികളിലെ ഇൻസ്പെക്ഷൻ നടത്തേണ്ടത്. അത് യഥാർത്ഥത്തിൽ ഒരു 2 വർഷം കൂടുമ്പോഴോ 3 വർഷം കൂടുമ്പോഴോ ഒക്കെ തന്നെയാണ് ഇൻസ്പെക്ഷൻ വരുന്നത് ഓരോ കോടതിയിലും. അതിലൊരുപാട് കാര്യങ്ങൾ, എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ചൂണ്ടിക്കാണിക്കാനൊക്കെ പറ്റും, എല്ലാം നോക്കാം. അങ്ങനെ എറണാകുളം ഞാൻ തൃശ്ശൂർ, ഇത് സംഭവിച്ചേക്കുന്നത് കോഴിക്കോടല്ല, തൃശ്ശൂരാണ് ഈ സംഭവം. ഞാൻ കോഴിക്കോടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റിപ്പോയതാണ്. ഇത് തൃശ്ശൂർ RDOയിലാണ് ഈ സംഭവം ഉള്ളത്, അതായത് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിൻ്റെ അവിടെ. തൃശ്ശൂർ തന്നെ, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത്. തൃശ്ശൂർ ഞാൻ ജില്ലാ ജഡ്ജിയായിട്ടിരിക്കുമ്പോൾ ഇതുപോലെ തൃശ്ശൂർ സബ് കോടതിയിലെ ഇൻസ്പെക്ഷൻ വന്നു. അതിന് മുമ്പ് ഏതാണ്ട് 3 വർഷം മുമ്പാണ് ഇൻസ്പെക്ഷൻ നടത്തിക്കുന്നത്. സാധാരണ ഇൻസ്പെക്ഷൻ നടത്തുമ്പോഴൊക്കെ ഈ ക്ലാർക്കന്മാർ ഓരോന്നും അങ്ങോട്ട് കൊണ്ടുചെല്ലും. അപ്പം ലോക്കറിൽ നിന്ന് ഇതുപോലെ 20 മുതൽ അഡീഷണൽ, അതായത് ഈ സബ് കോടതി എന്ന് പറയുന്നത് അസിസ്റ്റന്റ് സെഷൻസ് കോർട്ടൂടാണ്. അവിടെ ഈ റോബറിയുടെ ഒക്കെ സ്വർണം, അവിടെ ധാരാളം മോഷണ സ്വർണം, അതിൻ്റെയൊക്കെ വരും, കേസുകൾ വരും. റോബറിയാണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഇതേപോലെ നോക്കിയപ്പോൾ 2 പെട്ടികളുണ്ട്. ആ പെട്ടികൾ ട്രഷറിയിൽ കീപ്പ് ചെയ്തേക്കാണ്. ഏതെങ്കിലും ഒരു കേസ് വരുന്ന ഉടനെ ആ കേസിന് വേണ്ടി ഈ പെട്ടി പോയി എടുക്കും. അത് 2 അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥ ചുമതലപ്പെടുത്തുന്ന വേറൊരു ക്ലാർക്ക് ഉണ്ടായിരുന്നു. ആ ക്ലാർക്കാണ് പോയി എടുത്തുകൊണ്ട് വരേണ്ടത്. എടുക്കും. അത് പെട്ടി ഇവിടെ കൊണ്ടുവരും. എന്നിട്ടത് ഭദ്രമായിട്ട് വന്ന് അത് തുറന്ന്, അത് മുദ്ര വെച്ചേക്കാണ്, അത് തുറന്ന് ശരിയായതിന് ശേഷം അതിന്ന് ആ സ്വർണ്ണത്തൊണ്ടി മുതൽ നോക്കിയതിന് ശേഷം ബാക്കി അത് അതേപോലെ തിരികെ ട്രഷറി കൊണ്ടു കൊടുക്കണം. അങ്ങനെ ചെയ്യേണ്ടത്. വീണ്ടും അത് മുദ്ര വെച്ച് ട്രഷറി കൊടുക്കുക. അപ്പോൾ ഇത് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഈ സ്വർണം. അതിനകത്ത് ഏതാണ്ടൊരു 10-500 ഐറ്റം കാണും. അപ്പോൾ ഈ ഇൻസ്പെക്ഷൻ പോകുന്നവർ പലപ്പോഴും ചെയ്യുന്നത് എന്താണെന്നറിയോ, ഇതെല്ലാം ഉണ്ട് എന്ന് പറയും. എല്ലാം ഉണ്ടല്ലേ, ഒപ്പിട്ടം കൈ കൊടുക്കും. എനിക്ക് എന്തോ ഒന്ന് തോന്നി, ഈ സ്വർണം, അപ്പോൾ സ്റ്റോക്ക് രജിസ്റ്റർ എടുത്തു നോക്കി, അപ്പോൾ അതിനകത്ത് ഇത്രയുണ്ട് സ്വർണ്ണമുണ്ട്.
ഏതാണ്ട് ഒരു 10-25 കിലോ സ്വർണ്ണം ഉള്ളതാണ്. അപ്പം ഞാൻ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, ഏതാ ഇത്, ഓരോ ഐറ്റം അപ്രൈസറേയും കൂടെ വിളിക്കാൻ പറഞ്ഞു. വിളിച്ചു, ഓരോ ഐറ്റം എടുക്കാൻ പറഞ്ഞ് എടുത്ത് പരിശോധിച്ച് വന്നപ്പം 4 കിലോയോളം സ്വർണം, എൻ്റെ ഓർമ്മയിൽ നിന്ന് ഞാൻ പറയാം, 4 കിലോ സ്വർണ്ണം കുറവാണ്, അതിലില്ല. അപ്പോൾ കാണാനില്ല. ഞാനത് വലിയ പ്രശ്നമായിട്ട് മാറ്റി ഹൈക്കോടതിയിൽ റിപ്പോർട്ട് ചെയ്തു. അവസാനം അതിൽ ഈ 2 ഉദ്യോഗസ്ഥർ അവർ സസ്പെൻഷനിലായോ, അവരുടെ ജോലിയൊക്കെ പോയി കേട്ടോ. അതൊക്കെ പോയി. ഒരെണ്ണം റിട്ടയർ ചെയ്തു. അപ്പോഴത്തേക്ക് ഒരു സ്ത്രീ ഒരു പുരുഷനുമാണ്. ഇപ്പോൾ എങ്ങനെ അവരെ ഇപ്പോൾ അവരുടെ ഒരു പോലീസ് കേസ് റിപ്പോർട്ട് ചെയ്തു, പോലീസ് കേസെടുത്തു. പിന്നെ അന്വേഷണമൊക്കെ നടന്നു. എന്തായെന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോൾ എനിക്കറിഞ്ഞൂടാ. ഇത് ഒരു സ്ഥിരം പരിപാടിയാണ്. അപ്പോൾ തൃശ്ശൂർ ഒരേ കോമ്പൗണ്ടിലെ ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ തൃശ്ശൂർക്കാർക്ക് ഇത് വളരെ എളുപ്പം ചെയ്യാവുന്ന ഒരു കാര്യമായിട്ട് ഇപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ, നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ബാക്കി സ്വർണം ഭാഗ്യത്തിനോട് ഉണ്ടായിരുന്നു. ഇത് മുഴുവനായിട്ട് അടിച്ചുകൊണ്ട് പോയില്ല. അന്നത്തെ കാലത്ത് ഏതാണ്ട് അന്നത്തെ സമയത്ത് ഏതാണ്ട് ഞാൻ പറഞ്ഞ 15-16 ലക്ഷം രൂപയുടെ സ്വർണമായിട്ടാണ് അത് കണക്കാക്കിയത് പോയത്. ഏതായാലും അത് ഇനി അത് പണം ഈടായി കിട്ടിയോ എന്തായെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മാത്രമല്ല ഇതിനകത്തുള്ള പ്രശ്നം എന്താണെന്നറിയോ, അതിൽ ഒരുപാട് സ്വർണത്തിനും ക്ലെയിം ചെയ്യാനൊന്നും ആളില്ല. ഇതും കൂടെ മനസ്സിലാക്കിയായി കൊണ്ടുവന്നേ. ഇവിടെ തന്നെ ഒരു പാവപ്പെട്ട സ്ത്രീയാണ് ഉള്ളത്. ഇവന്മാർ പിള്ളേർ 2 മൈനർമാരല്ലേ, അവരെന്ന് പ്രായപൂർത്തിയായി വരും? ഇത് വളരെ പണ്ട് ചെയ്ത കാര്യം, 2016 അങ്ങോട്ട് കൊണ്ടുവച്ചതാണ്. അപ്പോൾ 2022 ആവണം അവർ പ്രായപൂർത്തിയാവണമെങ്കിൽ. അപ്പോൾ 2022 ചെന്ന് ചോദിച്ചപ്പോൾ സ്വർണം കാണാനില്ലെന്ന് ആദ്യം കേട്ടോ. പിന്നെ അവസാനം മൂക്കുവണ്ടം എടുത്തു കൊടുത്തു. ഈ പണികളുണ്ടല്ലോ വളരെ വലിയ കഷ്ടമാണ്. ആ പാവപ്പെട്ട സ്ത്രീ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, അവർക്ക് അവകാശമുണ്ട് ഇത് സ്വർണം കിട്ടാൻ, ഈ കുട്ടികൾക്ക്. അത് കിട്ടാനുള്ള മാർഗം എന്ന് പറയുന്നത് എന്താണെന്നറിയാം, സർക്കാരിൻ്റെ കസ്റ്റഡിയിലാണിത്. RDO ആയാലും ആരായാലും ശരി, സർക്കാർ ഉദ്യോഗസ്ഥനാണല്ലോ, ആ കസ്റ്റഡിയിലാണ്. അപ്പോൾ ഇത് പോയതിൻ്റെ നടപടി ഓരോരുത്തരെ ഒക്കെ എടുത്തോട്ടെ, അത് ഇവരറിയേണ്ട കാര്യമില്ല. ആ നടപടികളെന്ന് പറഞ്ഞാൽ എങ്ങനെ എഴിഞ്ഞ് നീങ്ങും? ഇവർക്ക് സ്വർണം കിട്ടണം, അല്ലെ അതിൻ്റെ പണം, തത്തുല്യമായ പണം സ്വർണ്ണമാണ്. ഇപ്പോൾ ആ സ്വർണ്ണം തിരികെ കിട്ടണം. അപ്പോൾ ഇപ്പോഴത്തെ സ്വർണത്തിൻ്റെ വില അനുസരിച്ച് കിട്ടണം. ഈ എമൗണ്ട് സർക്കാർ കൊടുക്കണം, വേറെ ആരുമല്ല കൊടുക്കേണ്ടത്, ഗവൺമെൻറ് കൊടുക്കണം. ഇതിൻ്റെ അവകാശികൾക്ക് ഗവൺമെൻറ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് ഗവൺമെൻറ് എളുപ്പമൊന്നും കൊടുക്കത്തില്ലല്ലോ. അപ്പോൾ അതിന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒരു നോട്ടീസ് കൊടുക്കണം. കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ അനുസരിച്ച് സെക്ഷൻ 80 നോട്ടീസ് ഗവൺമെൻറ്റിന് കൊടുപ്പിക്കണം. കൊടുത്തിട്ട് അവർ 2 മാസത്തിനകത്ത് ആ പണം സെറ്റിൽ ചെയ്തില്ല, കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കോടതി കേസ് കൊടുക്കണം. അനങ്ങാതിരിക്കരുത്. ഇരുന്നാൽ ഇത് വീണ്ടും ഇങ്ങനെ നീണ്ടുപോകേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് നിങ്ങൾ കൊടുക്കണം. അല്ലെങ്കിൽ ഇത് സബ് ഡിവിഷൻ മജിസ്ട്രേറ്റല്ലേ, ഇനി അത് ഇപ്പോൾ കളക്ടർ അതിനകത്ത് അന്വേഷണത്തിന് ഉത്തരവിട്ട്, കളക്ടർ ഉത്തരവിട്ടുകൊണ്ട് എന്തോ കാര്യം, ഇവർക്ക് കാശ് പണം കിട്ടുമോ? ഇവർക്ക് പണം കൊടുക്കാനുള്ള മാർഗം നോക്കണം കളക്ടർ, അതാ ചെയ്യേണ്ടത്. അതുകൊണ്ട് കളക്ടറെ തന്നെ പ്രതിയാക്കിയിട്ട് കൊണ്ടുവന്ന് ഗവൺമെൻറ്റിനെയും കൂടെ പ്രതിയാക്കി കേസ് കൊടുക്കുക. അതായിരിക്കും അവർ ചെയ്യേണ്ട കാര്യം. അതാണ്. പണമൊന്നുമില്ല, അവർ പാപ്പരായിട്ട് ഇൻഡിജൻ്റായിട്ട് കൊടുക്കാം. അതിന് കുറച്ച് കാലതാമസം വരും, ഇവരിട്ട് നീട്ടുകയൊക്കെ ചെയ്യും. പക്ഷേ നീട്ടാനൊന്നുമില്ല, ഒരു മാർഗ്ഗമില്ല. അതിന് റെക്കോർഡുണ്ട്, അവിടെ ഏൽപ്പിച്ചതിൻ്റെ റെക്കോർഡുണ്ട്. അവസാനം അത് കിട്ടിയില്ല, ഇപ്പം മുക്കുവണ്ടമാണ്. അല്ലെങ്കിൽ ആ സ്വർണ്ണം കോടതി ആരാക്കട്ടെ, അപ്പോൾ ഇതിൻ്റെ തീരും. ബാക്കി ഇതിൻ്റെ പുറയിൽ ആരൊക്കെ ഉണ്ട്, വലിയ പാടാന്ന് ഒരു പാടുമില്ല. ആരൊക്കെ ഈ കാലത്ത് അവിടെ വർക്ക് ചെയ്തു, ആ സെക്ഷൻ വർക്ക് ചെയ്തു, അവരെല്ലാം പ്രതികളാണ്. അതാ വേണ്ടത് ഓരോരുത്തരും. കാരണം ഓരോ ചാർജ് മാറുമ്പോഴും ഹാൻഡ് ഓവർ ചെയ്യുമ്പോഴും ഒക്കെ എല്ലാം മുഴുവൻ ഒപ്പിട്ട് വേണമല്ലോ ഹാൻഡ് ഓവർ ചെയ്യാൻ. അവരെ നോക്കിയെടുക്കാം. ഇതിൻ്റെ കസ്റ്റോഡിയൻ ആരായിരുന്നു എന്നുള്ളത് വെച്ച് നോക്കിയിട്ട് ഇത് ആരൊക്കെ കൈകാര്യം ചെയ്തു എന്ന് നോക്കി പിടിക്കാവുന്നതേ ഉള്ളൂ. ഒരു ബത്തപ്പാടുമില്ല. കാരണം ഇത് ട്രഷറിലായിരിക്കും കീപ്പ് ചെയ്തേക്കുന്നത്. ട്രഷറിയിൽ നിന്ന് ഇത് എടുത്തുകൊണ്ട് വന്ന ആരാണ് എന്നുള്ളത് നോക്കണം. അഥവാ എടുത്തുകൊണ്ട് വന്ന ആരും എടുത്തിട്ടില്ല, ആദ്യമാണ് ഇപ്പോഴാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അന്ന് തന്നെ മുക്കുവണ്ടം വെച്ച് കാണും, ചിലപ്പോൾ അറിയാൻ ഒക്കത്തില്ല. അപ്പോൾ എളുപ്പമുണ്ട്, ഈ കൊണ്ടുപോയാൽ തന്നെയാണ് വെക്കാൻ. അപ്പോൾ ഇത് പിടിക്കാനൊക്കെ എളുപ്പമാണ് ഇത്. പക്ഷേ ആ പിടിക്കണം എന്നുള്ള ഒരു ഉദ്ദേശം വേണം, അല്ലാതെ പറ്റത്തില്ല. ഏതായാലും ആ പാവപ്പെട്ട സ്ത്രീക്ക് എത്രയും പെട്ടെന്ന് ഇത് കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ആ കുട്ടികൾക്ക് ഒരു വീടെങ്കിലും ഉണ്ടായി കിട്ടുമല്ലോ, പാവങ്ങൾ.